ഹലോ എവരിവൺ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തലകറക്കം അല്ലെങ്കിൽ വെർട്ടിഗോയെക്കുറിച്ചാണ്. തലകറക്കം അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? തലകറക്കം പലപ്പോഴും ഒരു രോഗമല്ല, അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ തലയുടെ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ചെവികളാണ്. ചെവിയിലുള്ള വെസ്റ്റിബുലാർ സിസ്റ്റമാണ്. അപ്പം ഇതിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെവിക്കകത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതും അല്ലെങ്കിൽ നമ്മുടെ മൈഗ്രെയിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കഴുത്തിലുണ്ടാകുന്ന തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ തലകറക്കം ഉണ്ടാവാം. അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ വളരെ റെയറായിട്ട് നമ്മുടെ തലയ്ക്കകത്തുണ്ടാകുന്ന ട്യൂമറിൻ്റെ ഭാഗമായിട്ടും തലകറക്കം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എന്താണ് തലകറക്കത്തിൻ്റെ കാരണം എന്ന് ഫസ്റ്റ് തന്നെ കണ്ടെത്തേണ്ടതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തലകറക്കത്തിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. തലകറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നതാണ്. അതായത് തലയുടെ പൊസിഷനിൽ വരുന്ന ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് തലകറക്കം. പെട്ടെന്ന് നമ്മൾ തല തിരിച്ച് നോക്കുക, അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് നോക്കുക, അല്ലെങ്കിൽ തല ഒന്ന് കുനിക്കുക, അങ്ങനെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വളരെ സിവിയറായിട്ടൊരു തലകറക്കം ഉണ്ടാകുന്നു. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ആ തലകറക്കം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന തലകറക്കത്തിനെയാണ് നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. നമ്മുടെ ചെവിക്കകത്ത് നമ്മുടെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 കുഴലുകൾ, സെമി സർക്കുലർ കനാലുകൾ എന്നാണ് പറയുന്നത്. 3 പെർപെൻഡിക്കുലർ, അതായത് ലംബത്തിൽ നിൽക്കുന്ന 3 കുഴലുകൾ നമുക്കുണ്ട്. ഈ 3 കുഴലിനകത്തും ഫ്ലൂയിഡ് ആണുള്ളത്. അതുപോലെ തന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ 2 അറകളും ഉണ്ട്. ഓക്കെ, യൂട്രിക്കിൾ സാക്യൂൾ എന്നൊക്കെയാണ് പേര്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പൊസിഷണൽ വെർട്ടിഗയിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് ഒരു ഫ്ലൂയിഡാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഫ്ലൂയിഡ് ലെവലിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചാണ് നമ്മുടെ തലയുടെ പൊസിഷനും ഒക്കെ മനസ്സിലാക്കുകയും നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു 2 അറകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ 2 അറകളെ നമ്മൾ പകുതി മുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ അറകളുടെ ഭിത്തിയുടെ അകത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഭിത്തിയുടെ മുകളിലായിട്ട് ഒരു മണൽത്തരികൾ പോലെയുള്ള കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. ഒന്നുകിൽ പ്രായത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച, ട്രോമ, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇതിൻ്റെ ആ ഒരു ഭിത്തിയിലുള്ള കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അടർന്ന് ഈ ഒരു ഫ്ലൂയിഡിനകത്തേക്ക്, ഈ അറയ്ക്കകത്തുള്ള ഫ്ലൂയിഡിനകത്തേക്ക് വീഴുകയും പിന്നീട് തലയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഈ 3 കുഴലുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ 3 കുഴലുകളിൽ ഏതിലേക്കെങ്കിലും ഈ ഒരു കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? പൊസിഷണൽ വെർട്ടിഗോ ഉണ്ടാവുന്നത്. അതായത് തലയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തലകറക്കം അനുഭവപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ കാണുന്ന പോസ്റ്റീരിയർ കനാൽ എന്ന് പറയുന്ന ഒരു കനാലിലേക്കാണ് ഏറ്റവും കൂടുതലായി ഈ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ കുഴലിലേക്ക് പോയ ക്രിസ്റ്റലിനെ തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഈ അറകളിലോട്ടേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആദ്യമായി ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു ക്രിസ്റ്റൽ തിരിച്ച് നമ്മുടെ ഈ ഒരു അറയ്ക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിംറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് ഈ തലകറക്കത്തിനെ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ വേണ്ടി സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കുഴലിലേക്കാണോ പോയത് അതിനനുസരിച്ച് ആളുകളുടെ സിംറ്റംസ് മാറിക്കൊണ്ടേയിരിക്കും. അതായത് പല പല പൊസിഷനിലേക്ക് വരുമ്പോഴായിരിക്കും ഈ ഒരു തലകറക്കം അനുഭവപ്പെടുക. അപ്പോൾ തലയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് തലകറക്കം ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായം തേടണം. എന്നിട്ട് നമുക്ക് ഏത് കുഴലിലേക്കാണ് പ്രശ്നം സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് ആ ഓരോ കുഴലിലേക്കും പോയ പാർട്ടിക്കിൾസിനെ ഓരോ തരത്തിലാണ് നമുക്ക് തിരിച്ച് ഈ അറകളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ റീപൊസിഷൻ മാനുവർ എന്ന് പറയുന്നത്. അത് നമ്മളൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി നമ്മളത് ചെയ്യുന്നു. തിരിച്ച് ആ ഒരു ക്രിസ്റ്റലിനെ ഈ ഒരു അറകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള എക്സസൈസുകളുണ്ട്. നമ്മുടെ ബാലൻസിനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ വെസ്റ്റിബുലാർ സിസ്റ്റം, നമ്മുടെ കണ്ണുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റിനകത്തുള്ള റിസപ്റ്റേഴ്സ്, പൊസിഷൻസ്, നമ്മുടെ പലതരത്തിലുള്ള പൊസിഷൻസിനെ സെൻസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 അവയവങ്ങളും ഉൾപ്പെടുന്ന രീതിയിലുള്ള ബാലൻസ് എക്സസൈസുകൾ വേണം ഇത്തരത്തിലുള്ള രോഗികൾ ചെയ്യാൻ വേണ്ടി. നമുക്ക് പ്രധാനപ്പെട്ട എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.